ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസിലൊന്നും വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും സൗണ്ടൊക്കെ ഇങ്ങോട്ട് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് എൻ്റെ അടുത്ത് ഒരാളെ റിക്വസ്റ്റ് ചെയ്തതാണ് ഒരു സബ്ജക്റ്റ് എടുത്തിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റിക്വസ്റ്റ് മാനിച്ച് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേ. ഒരു അഭിനവ കൃഷ്ണഭക്ത, കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കൃഷ്ണഭക്തയായിട്ട് ബന്ധപ്പെട്ട പുതിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണഭക്ത എന്നും എല്ലാവരുമായിട്ട് ഭയങ്കര അടിയാണ്. ഇപ്പോഴത്തെ പുതിയ അടിക്ക് ആധാരം എന്താണെന്ന് വെച്ചാൽ, ഈ ഭക്ത ഭയങ്കരമായിട്ട് കൃഷ്ണനെ വരയ്ക്കുകയും ഫോട്ടോസൊക്കെ സെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് വാങ്ങുന്ന ആൾക്കാർ എന്താണ് ഒരുപാട് ഭക്തിയോടുകൂടിയും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് റെസ്പെക്റ്റോട് കൂടിയിട്ടൊക്കെ ആണ് ഈ സംഭവം ചെയ്യുന്നതും ഫോട്ടോസൊക്കെ വാങ്ങുന്നതും. അപ്പോൾ ഇവർ എന്ന് പറയുമ്പോൾ ഈ മത്സ്യ മാംസാദി കാര്യങ്ങളൊക്കെ വർജിക്കുകയും അതിൻ്റേതായിട്ടുള്ള പവിത്രതയോട് കൂടിയിട്ട് ഈ കൃഷ്ണനെ കാണുകയും കൃഷ്ണൻ്റെ ഫോട്ടോ വീട്ടിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വരച്ചു കൊടുക്കുന്ന ആൾ ഇതിൻ്റെ എന്താ പറയുക ഒരു പവിത്രതയും പരിഗണിക്കുക ഒന്നും ചെയ്യാതെ ഈ പറഞ്ഞ ബീഫും ചിക്കനും മട്ടനൊക്കെ വലിച്ചു കയറ്റി എന്നിട്ട് ഒരു രീതിയിലുള്ളൊരു മനസ്താപവും ഇല്ലാതെ ഭക്തരായിട്ടുള്ള ആൾക്കാരെ നിഷ്കരുണം പറ്റിച്ച് നിർദാക്ഷിണ്യം വഞ്ചിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യണത് എന്നുള്ളത് ഈ അടുത്ത് ഒരുപാട് പേര് മനസ്സിലാക്കി. അതിൻ്റെ പേരിൽ പിന്നെ എന്താ പറയുക, വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും ഈ ഭക്തയും തമ്മിലൊക്കെ കുറേ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, തലയിലൊരു തട്ടുള്ളത് കൊണ്ടല്ലേ ഈ ഭക്തനെ എല്ലാവരും ഇതുവരെയും താങ്ങി പിടിച്ചുകൊണ്ട് നടന്നത്? ഇല്ലെങ്കിൽ താങ്ങുമായിരുന്നോ? നമുക്കറിയാം, മഹാനായ കലാകാരൻ യേശുദാസ്, അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പല നടയിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് എത്ര നാളായിട്ട് കാത്തിരിക്കുന്നതെന്നറിയോ? അദ്ദേഹത്തിന് പോലും കിട്ടാത്തൊരു പരിഗണനയും VIP ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ് ഈ അഭിനവ ഭക്തയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താ? യേശുദാസിന് തലയിൽ തട്ടമില്ല, കൃഷ്ണഭക്തിക്ക് തലയിൽ തട്ടമുണ്ട്. അതിന് ഇപ്പം പറയുന്നത്, ഞാൻ തട്ടത്തിൻ്റെ ലേബലിലല്ല ജീവിച്ചു പോകുന്നത്, ഞാൻ തട്ടം ഒഴിവാക്കുകയാണ് എന്നൊക്കെ. അപ്പം ഇത് പറയുമ്പോൾ പറയുന്ന ആളുടെ വിചാരം എന്താ? ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുസ്ലിം സമുദായം ആകെ പേടിച്ച് വരണ്ട്, അയ്യോ തട്ടം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരു ലെവലിലേക്ക് മുസ്ലിം സമൂഹം പരിഭ്രാന്തരായിട്ട് പായും എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടാകുക. അവർ തട്ടിട്ട് നടക്കണ്ടോ, തട്ട ഇടാതെ നടക്കണ്ടോ, തട്ട അഴിച്ചു വയ്ക്കണ്ടോ, ഇനി വേറെ വല്ലതും അഴിച്ചു വയ്ക്കണ്ടോ എന്നുള്ളത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു വിഷയമേ അല്ല. സമുദായത്തിനെ ബാധിക്കുന്ന ഒരു രീതിയിലും മുസ്ലിംസിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ത്? കൃഷ്ണഭക്ത തലയിൽ തട്ടയിടുന്നുണ്ടോ അത് നോക്കുന്നതും അതിനനുസരിച്ച് ഇവരെ തലയിൽ വയ്ക്കുന്നതും താഴെ ഇടുന്നതും എന്താണ് ഈ RSSകാരും സംഖ്യകൾ മാത്രമാണ്. മുസ്ലിംസ് ആരെങ്കിലും ഇവരെ തട്ടം തലേന്ന് ഒഴിവാക്കിയാൽ എന്തെങ്കിലും ചെയ്ത് കളയുന്നോ ചെത്തിക്കളയുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. തട്ടം തിരിച്ച് തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എടുത്ത് തലയിൽ വെച്ച് കൊണ്ടു നടന്നോളാം എന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പറയാനുള്ള കാരണം, ഈ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ ഭക്തിയോടുകൂടി കാണുന്ന കൃഷ്ണനെ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഈ ഫോട്ടോസൊക്കെ കൈകാര്യം ചെയ്യുന്നു, ഇതേപോലെ ഗുരുവായൂരും മറ്റുള്ള അമ്പലങ്ങളിലും കയറി നിരങ്ങുന്നു എന്നൊക്കെയുള്ളൊരു ആക്ഷേപങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രയാസം അവരാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കടം മേടിച്ച ആൾക്കാരൊക്കെ സാധനം തിരിച്ചു കൊടുത്തിട്ട് തങ്ങൾ പറ്റിക്കപ്പെട്ടതാണ് എന്നും തങ്ങളുടെ പൈസ തിരിച്ചു വേണം എന്നും പറഞ്ഞിട്ട് എന്താക്കുക, എല്ലാവരും വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്ത് പൈസ മേടിക്കും. അപ്പം പറയും ചിലപ്പോൾ വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കില്ല.
എന്താ ഈ ഭക്ത കഴിഞ്ഞ ആഴ്ച കസവ് കേന്ദ്ര എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിയ ഡ്രസ്സ് ആഴ്ചകളോളം ഇട്ട് നാറ്റിച്ച് പിന്നീട് അത് അലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചില്ലേ. ഇവർ വാങ്ങിയ സാധനം ഇവർക്ക് തിരിച്ചെടുപ്പിക്കാമെങ്കിൽ ഇവർ വിറ്റ സാധനം ഇവരെന്തുകൊണ്ട് തിരിച്ചെടുക്കൂല? നോട്ട് ദ പോയിന്റ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുണ്ടകളൊക്കെ ഉള്ള സ്ഥലമാണ്, ഒന്നിനും മടിക്കാത്തൊരു ഭക്തയാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും സംഘടിതമായിട്ട് പോവും. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, പോയതുപോലെ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. പോയതുപോലെ തിരിച്ചു വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കൈയും കാലും അടിച്ചോടിച്ചിടാനും. ഞാനത് പറയാൻ കാരണം അവരുടെ നാട്ടുകാരെന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ഇവരെക്കുറിച്ച് ആരെങ്കിലും പരാതിപ്പെടുക, ഇവരോട് എന്തെങ്കിലും ചോദ്യം, ഇവരുടെ രീതികളെക്കുറിച്ച് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിസർജ്യം വലിച്ചെറിയുക, പിന്നെ കൂടോത്രം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള കുറേ കലാപരിപാടികളാണ് പോലും ഇവർക്കുള്ളത്. അപ്പോൾ അത് പേടിച്ചിട്ട് നാട്ടുകാരൊന്നും വലിയ എന്താക്കാറില്ല, കൂടുതലായിട്ട് മസിൽ പിടിക്കാനോ അവരോട് പ്രതിരോധിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ പോകാറില്ല എന്നാണ് കേട്ടത്. അപ്പോൾ ഈ ഫോട്ടോ തിരിച്ചു കൊടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കഴിയുന്നതും എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് പോകാണ്ടിരിക്കുക. നിങ്ങൾ അത്യാവശ്യം എല്ലാവരും കുറേ പേര് മേടിച്ചിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കൂടെ ഒന്നിച്ച് ഇറ്റ സാധനം തിരിച്ചെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിച്ച് നോക്കി, ചിലപ്പോൾ ഏൽക്കാനൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ സംഖ്യകൾക്ക് പറ്റ എവിടെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇവരുടെ തലയിൽ കിടക്കുന്ന തട്ടം കണ്ടപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇട്ടൊരു കൊട്ടു കൊടുക്കാം എന്ന് വിചാരിച്ചു പോയി. രണ്ടാമത് സുരേഷ് ഗോപിനെ പോലെയുള്ള ആൾക്കാരാണ് ഫസ്റ്റ് ടൈമിലൊക്കെ ഇവരെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നിരുന്നത്. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ലേ. സുരേഷ് ഗോപി ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവരൊരു തട്ടിട്ട സ്ത്രീയാണ്, കൃഷ്ണനെ വരയ്ക്കുന്നു, അപ്പോൾ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ BJP-നോടുള്ളൊരു വിമുഖത മാറിക്കിട്ടും, ഒരു അകൽച്ച മാറിക്കിട്ടും. കാരണം ഒരു മുസ്ലിം സ്ത്രീനെ ഇവർ ഇത്രയും പരിഗണിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അവർ പരിഗണിക്കും എന്ന് ജനങ്ങൾ വിചാരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അതൊന്നും ഏറ്റിയില്ല. തനിക്കണം അറിഞ്ഞപ്പോൾ കൃഷ്ണഭക്തൻ്റെ വായി കിടക്കണ നാവിൻ്റെ നീളവും കയ്യിലിരിപ്പിൻ്റെ ഗുണവും മനസ്സിലാക്കിയപ്പോൾ സുരേഷ് ഗോപി പിന്നെ ഓടി ഒഴുക്കി പുല്ല് മുളച്ചിട്ടില്ല എന്നൊരു കിംവദന്തി നിരൂപിക്കലുണ്ട്. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതിനിടയിൽ ഞാൻ പറയാൻ മറന്നൊരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. ഒരു വീട് വെച്ച് ഹൗസ് വാമിങ്ങും ഒക്കെ കഴിഞ്ഞ് പാലുകാച്ചലൊക്കെ കഴിഞ്ഞ് കുറേ ദാരിദ്ര്യം പിടിച്ച ചാനലുകാർ ഭക്തനെ പോയി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഇൻ്റർവ്യൂ ചെയ്ത കൂട്ടത്തിൽ ഇതൊന്നും ഞാൻ കണ്ടതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ അടുത്ത് ഒരാൾ പ്രത്യേകം ഈ വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ മാതിരി തിയേറ്ററിസ്റ്റ് സാധനങ്ങളൊന്നും കാണാം, ഒന്നാമത് എനിക്ക് നേരമില്ല, ഉള്ള സമയത്തിൽ ഞാൻ ഈ മാതിരി കൂതറ സാധനങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭക്തൻ്റെ മാതാശ്രീ ഒരു പോയിന്റ് പറഞ്ഞു പോലും, ഈ മകളെക്കുറിച്ച് ആങ്കർ എന്തോ ചോദിച്ച സമയത്ത് പറഞ്ഞു പോലും, ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് ഇവളെ പോലെ തന്നെയായിരുന്നു. അതേതായാലും കറക്റ്റ് ആവാനാണ് സാധ്യത. എന്താണെന്ന് വെച്ചാൽ 10 ഗുണം 10 ഗുണം അത് നന്നായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ഹണി ട്രാപ്പ് കേസ്, വാങ്ങിക്കൊണ്ടുവന്ന സാധനം ഉപയോഗിച്ചിട്ട് തിരിച്ച് അതേ കടയിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുക. അവർ പൈസ തിരിച്ചു കൊടുത്തതിന് കാരണം എന്തായിരിക്കും അറിയോ? വണ്ടിയും വരെയും തലയിലാവൂലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ഗുണ്ടായിസം. അങ്ങനെ പറയാനാണെങ്കിൽ ഇല്ലാത്ത ഏർപ്പാടുകളൊന്നുമില്ല. അപ്പോൾ 10 ഗുണം 10 ഗുണം തന്നെ ആയിരിക്കാം. മാതാശ്രീ പഴയ ചെറുപ്പകാലത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മാതാശ്രീ തന്നെ സമ്മതിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഇത് ഗുണം എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ച് അതിൻ്റെ അടിവേര് തേടി പോകേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞു വന്ന പൊരുൾ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ. പടം വാങ്ങി പറ്റിക്കപ്പെട്ട ആൾക്കാർ ദയവായിട്ട് പടം തിരിച്ചു കൊടുക്കുക, കൊടുത്ത പൈസ തിരിച്ച് മേടിക്കുക.
വൃത്തിയായിട്ട് ഭക്തിയോടുകൂടി ജീവസുറ്റ ഫോട്ടോസ് ആരെങ്കിലും വരയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മേടിക്കും. പറഞ്ഞൊന്ന് പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഒരൊറ്റ കാര്യം, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നല്ലതായിക്കോട്ടെ, ചീത്തയായിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.